പ്രാചീനകാലത്ത് യമുനാനദിയിൽ ഒരു മഹാവിഷമുള്ള പാമ്പ് വാസം ചെയ്തിരുന്നു. അതാണ് കാളിയൻ. അവൻ അതിവിഷം കലർന്ന വെള്ളം മൂലം നദിയുടെ പരിസര പ്രദേശങ്ങൾ വിഷമയമാക്കിയിരുന്നു. പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ എല്ലാം ആ വിഷജലം കൊണ്ട് പീഡിതരായി. ഒരു ദിവസം ഗോകുലത്തിൽ കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിയുടെ മധ്യേ അദ്ദേഹം യമുനാനദിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ യമുനാനദിയിലെ വെള്ളം വിഷം കലർന്നുകൊണ്ട് പശുക്കളും മറ്റ് ജീവജാലങ്ങളും തളർന്നു. ചിലത് അശക്തരായി നിലത്ത് വീഴുകയും ചെയ്തു. ഇവയെല്ലാം കണ്ട് കൃഷ്ണൻ ദുഃഖിതനായി. അവൻ മനസ്സിലാക്കി, ഈ ദുരവസ്ഥയ്ക്ക് കാരണം കാളിയനാണെന്ന്. കാളിയൻ നദിയിൽ താൻ നിവാസം ചെയ്യുന്ന ഭാഗം അത്യന്തം വിഷമയമാക്കിയിരുന്നതുകൊണ്ട് ആരും ആ വെള്ളം കുടിക്കാനോ അതിനകത്ത് ഇറങ്ങാനോ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. ഇതുകണ്ട് കൃഷ്ണൻ അതിനെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് തീരുമാനിച്ചു. കൃഷ്ണൻ യമുനാനദിയിലേക്ക് ചാടി. വലിയ തരംഗങ്ങൾ ഉയർന്നു. യമുനയുടെ ഒഴുക്ക് ശക്തിയായി. ഈ അപ്രതീക്ഷിത സംഭവത്തെ കണ്ട കാളിയൻ അതിക്രൂരമായി കോപിച്ചു. കാളിയൻ ഉടൻ തന്നെ കൃഷ്ണനെ ആക്രമിക്കാൻ തുടങ്ങി. തന്റെ ഭയാനകമായ നിഴലും വിഷമുള്ള ഉഗ്രശക്തിയും ഉപയോഗിച്ച് കൃഷ്ണനെ തകർക്കാൻ കാളിയൻ ശ്രമിച്ചു. കൃഷ്ണൻ അതിന്റെ തലയിൽ കയറിപ്പറ്റി. ശ്രീകൃഷ്ണൻ കാളിയന്റെ തലയിൽ നൃത്തം ചെയ്തു. കാളിയൻ വിറങ്ങലിച്ചു. കാളിയന്റെ ഭാര്യമാർ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. അവർ തന്റെ ഭർത്താവിനുവേണ്ടി അപേക്ഷിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട് കാളിയൻ കൃഷ്ണനോട് അകൃത്യങ്ങൾക്കായി മാപ്പു ചോദിച്ചു. കൃഷ്ണൻ കാളിയനോട് പറഞ്ഞു, നീ ഇനി യമുനയിൽ താമസിക്കരുത്. ഗോവർദ്ധനഗിരി വഴി നീ യാത്ര ചെയ്ത് സമുദ്രത്തിലേക്ക് പ്രവേശിക്കൂ. കാളിയൻ കൃഷ്ണന്റെ വാക്കുകൾ അനുസരിച്ചു. നദിയിൽ നിന്നും പുറത്തേക്ക് നീങ്ങി സമുദ്രത്തിലേക്ക് പോയി. അതോടെ വിഷതാൽ മലിനമായിരുന്ന യമുനാ നദി ശുദ്ധിയായി. ഭക്തജനങ്ങൾ കൃഷ്ണന്റെ ദിവ്യലീലയുടെ മഹത്വം കണ്ട് സന്തോഷത്തോടെ ഹർഷധ്വനി മുഴക്കി. ഇങ്ങനെ കൃഷ്ണന്റെ കരുണയും ശക്തിയും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയും ദുരാത്മാക്കളെ ശിക്ഷിക്കുകയും ചെയ്തു.